ഹായ് ഓൾ, എല്ലാവർക്കും ഈസി ഇഗ്നോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പൊളിറ്റിക്കൽ ക്രോണിക്കിൾസ് ഇൻ ഡൽഹി സുൽത്താനേറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യം നമ്മൾ രണ്ട് ഹിസ്റ്റോറിയൻസിനെ പഠിച്ചു കഴിഞ്ഞു. ഒന്നാമത്തെ ആള് ഹസൻ നിസാമി, രണ്ടാമത്തെ ആള് മിൻഹാജ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിപ്പിച്ചത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് ഹസൻ നിസാമിയെ കുറിച്ചായിരുന്നു. ഹസൻ നിസാമി എന്ന് പറയുന്നത് വൺ ഓഫ് ദ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിയൻ ആണ്. ഡൽഹി സുൽത്താനേറ്റിന് അവരുടെ ഇൻഫോർമേഷൻസ് ഒരുപാട് നമുക്ക് തന്നൊരു വ്യക്തിയാണ് ഹസൻ നിസാമി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ വേ ഓഫ് റൈറ്റിംഗ് എന്ന് പറയുന്നത് കൂടുതലായിട്ടും പോയം രൂപത്തിൽ അല്ലെങ്കിൽ കാവ്യ രൂപേണയായിരുന്നു അദ്ദേഹം എഴുതിയിരുന്നത്. ഹസൻ നിസാമിയുടെ വേ ഓഫ് റൈറ്റിംഗ് എന്ന് പറയുന്നത് കുറച്ച് പോയം അല്ലെങ്കിൽ കാവ്യ രൂപയാണ് എഴുതിക്കൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ ഈ വേ ഓഫ് റൈറ്റിംഗ് ഫോളോ ചെയ്തു വന്ന വ്യക്തികളായിരുന്നു അല്ലെങ്കിൽ ഹിസ്റ്റോറിയൻസ് ആയിരുന്നു അമീർ ഖുസ്രുവും അബുൽ ഫസലും ഒക്കെ. പിന്നെ അദ്ദേഹത്തിന്റെ വർക്ക്സിൽ കൂടുതലായിട്ടും ഐബക്കിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ മിസ്സിംഗ് ആയതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് വെപ്പൺസ് ഡൽഹി സുൽത്താനേറ്റിലുള്ള ഏകദേശം 28ഓളം വെപ്പൺസ് ഉണ്ടായിരുന്നു എന്നും പ്രധാനപ്പെട്ട ഫോർട്ടുകൾ ഏതൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഹസൻ നിസാമിയുടെ പോർഷനിൽ ഡിസ്കസ് ചെയ്തത്. രണ്ടാമത്തെ പോർഷൻ മിൻഹാജിനെ കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞത്. മിൻഹാജിന്റെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ വർക്കിന്റെ പേരായിരുന്നു തബക്ക ദൈ നസറി എന്ന് പറയുന്നത്. ആ വർക്ക് തബക്കുകളായിട്ട് അല്ലെങ്കിൽ ലെയേഴ്സ് ആയിട്ടായിരുന്നു എഴുതിയിരുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന മൂന്നാമത്തെ വ്യക്തിയാണ് അമീർ ഖുസ്രു. അമീർ ഖുസ്രുവെ കുറിച്ച് നമ്മൾ ചെറിയ ക്ലാസ്സുകളിലെ കുഞ്ഞു ക്ലാസ്സുകളിലെ കേട്ടിട്ടുള്ളതായിരിക്കും. അമീർ ഖുസ്രുവിന്റെ ഒരുപാട് ഹിന്ദി കവിതകൾ നമ്മൾ ഹൈസ്കൂൾ കാലഘട്ടത്തിൽ ഹിന്ദി ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അമീർ ഖുസ്രുവിനെ കുറിച്ചാണ്. അമീർ ഖുസ്രു മോഡേൺ ഹിസ്റ്റോറിയൻസിന് ഇന്നും ഒരു കോൺട്രവേഴ്സിക്കൽ ടോപ്പിക്കാണ്. അമീർ ഖുസ്രു എന്ന് പറഞ്ഞ ഹിസ്റ്റോറിയൻ ആണോ അല്ലെങ്കിൽ ഒരു പോയറ്റ് ആണോ എന്നൊക്കെ ഉള്ള കൺഫ്യൂഷൻ ഇപ്പോഴും മോഡേൺ ഹിസ്റ്റോറിയൻസിനുണ്ട്. 1927 മുഹമ്മദ് ഹബീബ് അദ്ദേഹത്തിന്റെ വർക്കിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് പ്രധാനമായിട്ട് അമീർ ഖുസ്രുവിന്റെ 5 പോയട്രിക്കൽ വർക്ക്സിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് അദ്ദേഹം ഒരു പോയറ്റ് ആണോ അല്ലെങ്കിൽ ഒരു ഹിസ്റ്റോറിയൻ ആണോ എന്നുള്ള ഡൗട്ട് അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഇപ്പോഴും ഹിസ്റ്റോറിയൻസിന് ഉണ്ട്. അമീർ ഖുസ്രുവിന്റെ പ്രധാനപ്പെട്ട വർക്കിന്റെ പേരാണ് ഖസൈൻ ഉൽ ഫുത്വ. ഇതാണ് അദ്ദേഹത്തിന്റെ വർക്ക് അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള വർക്കിന്റെ പേര്. ഈ ഒരു വർക്കിൽ കൂടുതലായിട്ട് മെൻഷൻ ചെയ്ത് പോയിരിക്കുന്നത് അലാവുദ്ദീൻ ഖിൽജിയെ കുറിച്ച്, അദ്ദേഹത്തിന്റെ അച്ചീവ്മെന്റ്സിനെ കുറിച്ചാണ് ഖുസ്രു ഈ ഒരു പോർഷനിൽ മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത്. പീറ്റർ ഹാർഡിയുടെ അഭിപ്രായത്തിൽ അമീർ ഖുസ്രു ഒരുപാട് തീംസും ക്രോണോളജിയൊക്കെ ഒരുപാട് ലാഗ് ആയിട്ടാണ് അദ്ദേഹം ചരിത്രം എഴുതിയിരുന്നതെന്നാണ് പീറ്റർ ഹാർഡി പറഞ്ഞത്. അതിനുശേഷം അമീർ ഖുസ്രുവിന്റെ ആ ഒരു ഡീവിയേഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ വലിയൊരു ഡീവിയേഷൻ, ചരിത്ര രചനയിൽ വലിയൊരു ഡീവിയേഷൻ ഉണ്ടായത് അദ്ദേഹം ആദ്യമൊക്കെ എഴുതിക്കൊണ്ടിരുന്നത് ബാറ്റിലുകളെ കുറിച്ചും അതുപോലെ തന്നെ പിടിച്ചടക്കുകൾ, അതുപോലെ തന്നെ രാഷ്ട്രീയ കുതന്ത്രങ്ങൾ, ഇതൊക്കെയായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. കുറെ കാലഘട്ടം കഴിഞ്ഞപ്പോഴേക്കും അതിനൊരു ചെറിയൊരു മാറ്റം വരികയും അദ്ദേഹം സാധാരണ ആളുകളെ കുറിച്ചും അവരുടെ സോഷ്യോ കൾച്ചറൽ ലൈഫിനെ കുറിച്ചും എല്ലാം എഴുതാൻ വേണ്ടി തുടങ്ങി. അത് ഏത് രീതിയിലാണ് എഴുതിയത്? പേർഷ്യൻ റൈറ്റ് അല്ലെങ്കിൽ പേർഷ്യൻ ഹിസ്റ്റോറിയോഗ്രാഫി, ആ ഒരു വേ ഓഫ് റൈറ്റിംഗ് ആണ് അമീർ ഖുസ്രു സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, പോയറ്റ് ഹിസ്റ്റോറിയൻ എന്നാണ് അമീർ ഖുസ്രുയെ ചരിത്രകാരന്മാര് വിശേഷിപ്പിക്കുന്നത്. കൂടുതലായിട്ടും അദ്ദേഹം ചരിത്രം എഴുതിയിരുന്നത് വാക്കുകൾ കൊണ്ടും ഇമാജിനേഷൻ, അറിയാലോ പോയറ്റ്സ് എങ്ങനെയാണ് ഈ പറയുന്ന പോയംസ് എഴുതുന്നത് എങ്ങനെയാണ്, കുറച്ച് ഇമാജിനേഷൻ ആയിട്ട് ഒരുപാട് വാക്കുകൾ ഇട്ട് കൈകാര്യം ചെയ്തൊക്കെയാണ് സാധാരണ രീതിക്ക് എന്ത് ചെയ്യുന്നത് കവിതകളൊക്കെ എഴുതുന്നല്ലേ. ഏകദേശം അതേ രൂപത്തിൽ തന്നെയാണ് അമീർ ഖുസ്രു ചരിത്രം എഴുതിയിരുന്നത്. ഒരുപാട് വാക്കുകൾ കൂട്ടിച്ചേർത്ത് ഒരുപാട് ഇമാജിനേഷനിൽ കുറെ കാവ്യ രൂപേണയൊക്കെയാണ് അദ്ദേഹം ചരിത്രം എഴുതിയിരുന്നത്. കൂടുതലായിട്ട് അദ്ദേഹം സൂഫിസത്തിൽ ബിലീവ് ചെയ്തിരുന്നത് കൊണ്ട് അദ്ദേഹം സൂഫിസം കുറച്ച് ഇൻക്ലൂഡഡ് ആയിട്ട് എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വർക്കില്. അദ്ദേഹത്തിന്റെ അച്ഛനും മുത്തച്ഛനൊക്കെ സ്ലേവ്സ് ആയിരുന്നു. അതായത് സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ അച്ഛനും മുത്തച്ഛനും ഒക്കെ പിറ്റി സ്ലേവ്സ് ആയിരുന്നു. സാധാരണ സ്ലേവുകളുടെ അവസ്ഥ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഫാമിലിക്കും നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. ഹൊയറിൻ അസ് സുയാദീൻ എന്നാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു വർക്കിന്റെ പേര്. ഇത് കൂടുതൽ അതായത് ഈ ചരിത്രങ്ങൾ എഴുതിയിട്ട് ഓരോരുത്തർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. അങ്ങനെ ഈ ഒരു വർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് സുൽത്താൻ ഖൈഖുബാദിനാണ്. ഈ ഒരു ഹിസ്റ്ററി, അതായത് ഈ ഒരു വർക്ക് എഴുതി അദ്ദേഹത്തെ കുറിച്ചാണ് കൂടുതലായിട്ട് ഈ വർക്കിൽ ഇൻക്ലൂഡഡ് ആയിട്ട് മേജർ ആയിട്ട് മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ടായിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു അമീർ ഖുസ്രുവിന്റെ വർക്കിന്റെ പേരാണ് ഖൈസൻ ഉൽ ഫുത്വ എന്ന് പറയുന്നത്. ഈ ഒരു വർക്കിൽ
കൂടുതലായിട്ടും അലാവുദ്ദീൻ ഖിൽജിയെ കുറിച്ചാണ് മെൻഷൻ ചെയ്ത് പോയിരിക്കുന്നത്. എങ്കിലും അലാവുദ്ദീൻ ഖിൽജിയുടെ അങ്കിളിന്റെയും അദ്ദേഹത്തിന്റെ ഫാദർ ഇൻ ലോ ആയിട്ടുള്ള ജലാവുദ്ദീൻ ഖിൽജിയുടെയും ബ്രൂട്ടൽ മർഡറിനെ കുറിച്ച് അദ്ദേഹം ഈ ഒരു വർക്കിൽ അദ്ദേഹം മെൻഷൻ ചെയ്ത് പോയിട്ടില്ല. അലാവുദ്ദീൻ ഖിൽജിയുടെ അങ്കിളും അതുപോലെ തന്നെ ജലാവുദ്ദീൻ ഖിൽജിയുടെ അവരുടെ ആ ഒരു ബ്രൂട്ടൽ മർഡറിനെ കുറിച്ച് അമീർ ഖുസ്രു ഈ ഒരു പോർഷനിൽ മെൻഷൻ ചെയ്ത് പോയിട്ടില്ല. പക്ഷേ മിഫാദ് ഉൽ ഫുത്വ എന്ന് പറയുന്ന അമീർ ഖുസ്രുയുടെ സെയിം വർക്കിൽ അലാവുദ്ദീൻ ഖിൽജിയുടെ മരണത്തെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ തന്നെ മിലിറ്ററി എക്സ്പാൻഷനെ കുറിച്ചും ഇദ്ദേഹം പറഞ്ഞു പോയിട്ടുണ്ടെന്നല്ലാതെ അദ്ദേഹത്തിന്റെ മർഡർ ആണെന്നും പറയപ്പെടുന്നുണ്ട്. ആ ഒരു മേഖലയിലേക്ക് പോവാതെ മരണപ്പെട്ടു എന്നുള്ള കാര്യം മാത്രമേ ഈ ഒരു പുസ്തകത്തിൽ മെൻഷൻ ചെയ്ത് പോയിട്ടുള്ളൂ. അത് മാത്രമല്ല, ജലാവുദ്ദീൻ ഖിൽജിയുടെ ഏർലി കരിയറിനെ കുറിച്ചും അദ്ദേഹം എങ്ങനെയാണ് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വാരിയർ, ഒരു ക്ഷത്രിയനായത് എങ്ങനെയാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. മംഗോളുകൾക്കെതിരെയും അഫ്ഗാനുകൾക്കെതിരെയും പോരാടിയ കഥ കൂടി ഈ പറയുന്ന പുസ്തകത്തിൽ അമീർ ഖുസ്രു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അമീർ ഖുസ്രു പലതരത്തിലുള്ള ക്ലാഷസ്, ആ സമയത്ത് സുൽത്താൻമാരുമായിട്ട് നടന്നിട്ടുള്ള ആ ക്ലാഷസിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് തുർക്കികളുമായിട്ടുള്ള ക്ലാഷസിനെ കുറിച്ച് അമീർ ഖുസ്രു ഈ പറയുന്ന വർക്കിൽ മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒരു രസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ട്രാജിക് ലവ് സ്റ്റോറിയെ കുറിച്ച് അമീർ ഖുസ്രു ഈ ഒരു ബുക്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വർക്കിൽ മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ട്. അലാവുദ്ദീൻ ഖിൽജിയുടെ മകനായിട്ടുള്ള ഖിസർഖാനും ദേവൽ റാണി എന്ന് പറയുന്ന ഒരു പ്രിൻസസും തമ്മിലുള്ള ഒരു ലവ് സ്റ്റോറി, ആ ഒരു ഭയങ്കര എന്താ പറയുക ട്രാജിക് ആയിട്ടുള്ള ലവ് സ്റ്റോറിയാണ്. ഈ ഒരു ലവ് സ്റ്റോറി അതിമനോഹരമായിട്ടാണ് അമീർ ഖുസ്രു അദ്ദേഹത്തിന്റെ വർക്കിൽ വിവരിച്ചിട്ടുള്ളത്. നിങ്ങൾ ഗൂഗിളിലോ യൂട്യൂബിലോ ഒക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ലവ് സ്റ്റോറിയാണ്. നിങ്ങൾക്ക് അത് വായിക്കാനായിട്ടും കേൾക്കാനായിട്ടും പറ്റും. ആ ഒരു കാര്യം അദ്ദേഹം ഈ ഒരു പോർഷനിൽ മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ട്. ദേവൽ റാണി എന്ന് പറയുന്നത് വഗേല എന്ന് പറയുന്ന രാജവംശത്തിലെ ഒരു രാജ്ഞിയായിരുന്നു, അല്ലെങ്കിൽ രാജകുമാരിയായിരുന്നു. ആ രാജകുമാരിയുടെയും അലാവുദ്ദീൻ ഖിൽജിയുടെ മകനായിട്ടുള്ള ഖിസർഖാന്റെയും ലവ് സ്റ്റോറി ആ ഒരു പോർഷനിൽ അദ്ദേഹം അതിമനോഹരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ചരിത്രത്തിൽ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ഈ തുഗ്ലക് നാമ, അതായത് അമീർ ഖുസ്രുവിന്റെ തുഗ്ലക് നാമ എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്നും തുഗ്ലക് ഡൈനാസ്റ്റിയുടെ ഏർലി കരിയർ എങ്ങനെയായിരുന്നു, അവരെങ്ങനെയാണ് ഒറിജിൻ ചെയ്ത് വന്നത്, പിന്നെ അതെങ്ങനെയാണ് അവർ എക്സ്പാൻഡ് ചെയ്തത്, അവിടെ രാജ്യം എങ്ങനെയാണ് വലുതാക്കിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ തുഗ്ലക് നാമ എന്ന് പറയുന്ന പുസ്തകത്തിലുണ്ട്. ഈ ഒരു പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ ഈ വർക്ക്സിൽ കൂടുതലായിട്ടും ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിച്ചിട്ടുള്ളത് ട്രോപ്പോഗ്രാഫിക്കൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള റിവേഴ്സ് ഏതൊക്കെയാണ്, മൗണ്ടെയിൻസ്, പാലസുകൾ, അതുപോലെ തന്നെ ഫോറസ്റ്റുകൾ, ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് കൂടുതലായിട്ട് ഇൻഫോർമേഷൻസ് കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല മിലിറ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ, മിലിറ്ററി അക്കംപ്ലിഷ്മെന്റ്സ്, അതുപോലെ തന്നെ പിടിച്ചടക്കുകൾ, എക്സ്പാൻഷൻ, ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് അമീർ ഖുസ്രുവിന്റെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ്. അപ്പൊ ഇതാണ് അമീർ ഖുസ്രുവിന്റെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. ഇതാണ് പ്രധാനപ്പെട്ട ഒരു ഹിസ്റ്റോറിയൻ ആണെന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഒരു പൊയറ്റ് ആണെന്നും പറയാം. അങ്ങനെ ഒരു കോൺട്രവേഴ്സികൾ ഒരു കാര്യമാണ് വെദർ ഹി ഈസ് എ ഹിസ്റ്റോറിയൻ ഓർ എ പൊയറ്റ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പൊയറ്റ് ഹിസ്റ്റോറിയൻ എന്നാണ് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത്. കൂടുതലായിട്ട് അദ്ദേഹം എഴുതിയിരുന്ന വേ ഓഫ് റൈറ്റിംഗ് എന്ന് പറയുന്നത് ഇമാജിനേഷൻ, അല്ലെങ്കിൽ കവിതകൾ എങ്ങനെയാണ് എഴുതുന്നത് അതുപോലെയാണ് എഴുതിയത് അദ്ദേഹം പുസ്തകങ്ങൾ. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ കൂടുതലായിട്ടും അലാവുദ്ദീൻ ഖിൽജി എന്ന് പറയുന്ന ഭരണാധികാരിയെ കുറിച്ച് മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ട്. അത് മാത്രമല്ല ജലാവുദ്ദീൻ ഖിൽജിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. തുഗ്ലക് ഡൈനാസ്റ്റിയെ കുറിച്ച് കുറച്ചധികം ഇൻഫോർമേഷൻസ്, അതായത് ഡൽഹി സുൽത്താനേറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡൈനാസ്ട്രിയാണ് തുഗ്ലക് ഡൈനാസ്ട്രി. ഈ ഡൈനാസ്ട്രിയെ കുറിച്ചും ഈ ഡൈനാസ്ട്രി എങ്ങനെയാണ് ഫോം ചെയ്ത് വന്നത്, അതിന്റെ ഒറിജിൻ എങ്ങനെയായിരുന്നു, എക്സ്പാൻഷൻ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അമീർ ഖുസ്രു അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. പിന്നെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, ആ സമയത്ത് ഡൽഹി സുൽത്താനേറ്റ് ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മേജർ റിവേഴ്സ് ഏതൊക്കെയാണ്, എങ്ങനെയാണ് സാധാരണക്കാരുടെ ജീവിതം, ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്നത്തെ നമ്മളെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം പഠിച്ചത് ആരെ കുറിച്ചായിരുന്നു? അമീർ ഖുസ്രുവിനെ കുറിച്ചായിരുന്നു. ഇനി പഠിക്കാൻ പോകുന്നത് ഗിയാസുദ്ദീൻ ബറാനിയെ കുറിച്ചായിരുന്നു. മുന്നത്തെ ക്ലാസ്സിൽ ഗിയാസുദ്ദീൻ ബറാനിയെ കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ഡൽഹി സുൽത്താനേറ്റിനെ കുറിച്ചുള്ള അറിവുകൾ, ഇൻഫോർമേഷൻസ് ഒക്കെ കിട്ടിയത് ബറാനിയുടെ പുസ്തകത്തിൽ നിന്നാണ്. ഇദ്ദേഹം ഒരു പ്രഗത്ഭനായിട്ടുള്ള ഒരു എഴുത്തുകാരനായിരുന്നു. കുറച്ചധികം പുസ്തകങ്ങൾ ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് താരിഖ് ഐ ഫിറോസ് ഷാഹി.
ഇത് ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ ഹിസ്റ്ററി പറയുന്ന പുസ്തകമാണ്, താരിഖ് ഐ ഫിറോസ് ഷാഹി. ഇത് ബറാനിയുടെ പ്രധാനപ്പെട്ട മേജർ ആയിട്ടുള്ള ഒരു വർക്കായിട്ട് ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. അടുത്തൊരു വർക്കിന്റെ പേരാണ് ഷാഹിഫ ഐ നദ് മഹമ്മദി എന്ന് പറയുന്ന പുസ്തകം. ഇതാണ് പ്രധാനമായിട്ട് വരുന്ന 3 പുസ്തകങ്ങൾ. ഈ പുസ്തകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് താരിഖ് ഐ ഫിറോസ് ഷാഹിയാണ്. ഈ ഒരു വർക്കിൽ പറയുന്നത് ഫിറോസ് ഷാ തുഗ്ലക്കിനെ കുറിച്ചുള്ള ഹിസ്റ്ററി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട റിഫോർമേഷൻസ്, ഈവൻസ്, മറ്റു കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പോർഷനിൽ അല്ലെങ്കിൽ ഈ ഒരു വർക്കിൽ ബറാനി പറയുന്നത്. അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തിട്ടുള്ളത് അലാവുദ്ദീൻ ഖിൽജിയുടെ കാര്യങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട റിഫോർമേഷൻസ് ഏതൊക്കെയാണെന്ന് മെൻഷൻ ചെയ്തു പോകുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അലാവുദ്ദീന്റെ പ്രൈസ് കൺട്രോൾ മെഷർ, അതായത് സാമ്പത്തിക പരീക്ഷണങ്ങൾ. ഒരുപാട് എങ്ങനെയാണ് ഏറ്റവും ഒരു ഭരണാധികാരിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വേണ്ട ഒരു കാര്യമാണ് എന്താണ്, എങ്ങനെയാണ് വില നിയന്ത്രിക്കുക എന്നുള്ളത് അല്ലെ. സമൂഹത്തിൽ, സൊസൈറ്റിയിൽ, എക്കണോമിക്കായിട്ട് എങ്ങനെയാണ് സാധനങ്ങളുടെ വിലകൾ നിയന്ത്രിച്ചു പോവുക എന്നുള്ളത് ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അലാവുദ്ദീൻ ഖിൽജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിഫോർമേഷൻ മൂവ്മെന്റിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നാണ് പ്രൈസ് കൺട്രോൾ മെഷേഴ്സ്. ഇത് കുറച്ചധികം ബറാനിയുടെ പുസ്തകത്തിൽ മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. ബറാനി ഒരുപാട് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ നിന്ന് അലാവുദ്ദീൻ ഖിൽജിയെ കുറിച്ചുള്ള ഒരുപാട് ഇൻഫോർമേഷൻസ് കിട്ടുന്നുണ്ട്. അദ്ദേഹം പണി കഴിപ്പിച്ചിട്ടുള്ള ഫോർട്ട് ഏതൊക്കെയാണെന്നുള്ളത്, കോട്ടകൾ ഏതൊക്കെയാണെന്നുള്ളത്, ഒരുപാട് മോസ്കുകൾ അലാവുദ്ദീൻ ഖിൽജി പണി കഴിപ്പിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒരുപാട് സിറ്റീസ്, ടൗൺസ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ബറാനിയുടെ പുസ്തകത്തിൽ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങളാണ്. അലാവുദ്ദീൻ ഖിൽജി ഈ പറയുന്ന ശരീഅത്ത് നിയമം എന്താണെന്ന് അറിയാലോ. ആ നിയമം അനുസരിച്ചാണ് മുസ്ലിം റിലീജിയനിലെ ആളുകൾ ജീവിക്കുന്നത്, ശരീഅത്ത് നിയമം. ഈ നിയമത്തെ അദ്ദേഹം അവഗണിച്ചു എന്നുള്ള ഒരു മനോഭാവം, അല്ലെങ്കിൽ അദ്ദേഹം അതിനെ റിഗ്രറ്റ് ചെയ്തു എന്നുള്ള ഒരു കാര്യം ബറാനി പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ ഒരു മനോഭാവത്തോട് ബറാനിക്ക് എതിർപ്പാണ് ഖിൽജിയോടുണ്ടായിരുന്നത്, അലാവുദ്ദീൻ ഖിൽജിയോടുണ്ടായിരുന്നത്. അതായത് ശരീഅത്ത് നിയമങ്ങൾ അധികമായിട്ട് പരിഗണിക്കുന്നില്ല, അതിനെ അവഗണിക്കുന്നു എന്നുള്ള ഒരു പരാതി ബറാനിക്ക് ഉണ്ടായിരുന്നു. ബറാനിയുടെ അക്കൗണ്ടിൽ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് അഫ്ഗാൻപുര ട്രാജഡിയെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് മറ്റ് ചരിത്രകാരന്മാരിൽ നിന്ന് കുറച്ചധികമായിട്ട് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് അഫ്ഗാൻപുര ട്രാജഡി എന്ന് പറയുന്നത്. ഇത് മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ അച്ഛന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറയുന്ന അഫ്ഗാൻപുര ട്രാജഡിയിൽ പറയുന്നത്. ഇത് അധികമായിട്ട് സിയാവുദ്ദീൻ ബറാനിയുടെ പുസ്തകത്തിൽ കാണാൻ സാധിക്കുന്നു. അദ്ദേഹം കുറച്ചധികം അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം കോർട്ടിൽ കൗൺസിലറായിട്ടും കോർട്ടിയറായിട്ടും ഒക്കെ നിന്നിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ കോർട്ടില് ബറാനിയുടെ കൂടുതലായിട്ട് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ പേഴ്സണാലിറ്റി അദ്ദേഹം മനസ്സിലാക്കി അതിനെക്കുറിച്ച് അല്ലെങ്കിൽ മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അലാവുദ്ദീൻ ഖിൽജിയെ കൂടാതെ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കാലഘട്ടത്തിൽ കോർട്ടിൽ അദ്ദേഹം കോർട്ടിയറായിട്ടൊക്കെ ഇരുന്നിട്ടുണ്ട്, കൗൺസിലറായിട്ടൊക്കെ ഇരുന്നിട്ടുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ കുറിച്ചും തുഗ്ലക് ഡൈനാസ്റ്റിയെ കുറിച്ചും അധികമായിട്ട് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അതായത് അലാവുദ്ദീൻ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഒരുപാട് ഭരണപരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ അദ്ദേഹത്തെ വിഡ്ഢിയായ രാജാവ് എന്നൊക്കെയാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് അല്ലെ. പക്ഷെ ഇവിടെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഇസ്ലാമിക് നിയമങ്ങൾക്ക് എതിരായി പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇതൊക്കെ ഫെയിലിയർ ആയി പോയത് എന്നാണ് ഒരു കൂട്ടം ചരിത്രകാരന്മാർ പറയുന്നത്. പക്ഷെ ഇവിടെ ബറാനി പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ടൊന്നുമല്ല, ഇസ്ലാമിക് ഫെയ്ത്തിനോട് വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല അദ്ദേഹത്തിന്റെ റിഫോർമേഷൻ മൂവ്മെന്റ് ഒക്കെ ഫെയിലിയർ ആയി പോയത്. പകരം ആളുകൾക്ക് അതിനോടുള്ള മനോഭാവം അല്ലെ, ഒരു ക്യാപിറ്റൽ ഒരിടത്താക്കുന്നു, അവിടെ നിന്നെടുത്ത് വേറൊരിടത്താക്കുന്നു, അദ്ദേഹത്തിന് അങ്ങനത്തെ റിഫോർമേഷൻ കോയിൻസിലൊക്കെ വരുന്ന റിഫോർമേഷൻ കാര്യങ്ങളൊക്കെ ജനങ്ങളിൽ ഒരു ഇഷ്ടമില്ലായ്മ ഉണ്ടാക്കി. അതാണ് അത് ഫെയിലർ ആയി പോയത് എന്നാണ് സിയാവുദ്ദീൻ ബറാനി പറയുന്നത്. അല്ലാതെ അദ്ദേഹത്തിന് ഇസ്ലാമിക് നിയമങ്ങളിൽ വന്ന ഫെയ്ത്ത്, അതിലുണ്ടായ വിശ്വാസമില്ലായ്മ ഒന്നുമല്ല ഈ ഒരു കാര്യം ആരും പരിഗണിക്കാതെ പോയത് അല്ലെങ്കിൽ തകർന്നു പോയത്, തോറ്റുപോയതെന്നല്ല, ആളുകൾക്ക് ഇതിനോടുള്ള മനോഭാവത്തിൽ വന്ന വ്യത്യാസം. ഇതാണ് കൂടുതലായിട്ടും ഈ ഒരു പോളിസി എന്തായി പോയത്, ഫെയിലിയർ ആയി പോയതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഹി ഈസ് റാദർ പോർട്രേറ്റ് ഹിം. വീണ്ടും അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നത്, അദ്ദേഹം അങ്ങനെ തള്ളി പറയുന്നില്ല, അദ്ദേഹം ഇസ്ലാമിൽ വിശ്വസിക്കുന്നില്ല എന്ന് തള്ളി പറയുന്നില്ല. പകരം അദ്ദേഹം എന്താണ്, നല്ലൊരു ഇസ്ലാമിക് ഫോളോവർ ആണ് എന്നാണ് ബറാനി പറയുന്നത്. ആരാണ്? മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. അപ്പൊ തുഗ്ലക്കിനെ കുറിച്ചും ഈ പറയുന്ന അലാവുദ്ദീൻ ഖിൽജിയെ കുറിച്ചൊക്കെ
ഒരുപാട് ഇൻഫോർമേഷൻസ് ബരാനിയുടെ പുസ്തകത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്നത് താരിഖ് ഐ ഫിറോസ് ഷാഹി, അതായത് ഫിറോസ് ഷാ തുഗ്ലക്കിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടിയത്, അദ്ദേഹത്തിന്റെ ഒരുപാട് ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ലഭിച്ചത് ഈ പറയുന്ന ഗിയാസുദ്ദീൻ ബരാനിയുടെ പുസ്തകത്തിൽ നിന്നാണ്. അത് മാത്രമല്ല അലാവുദ്ദീൻ ഖിൽജിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പണി കഴിപ്പിച്ചിട്ടുള്ള ഫോർട്ടുകൾ ഏതൊക്കെയാണ്, അദ്ദേഹത്തെ പണി കഴിപ്പിച്ചിട്ടുള്ള മോസ്കുകൾ, സിറ്റീസ്, ടൗൺസ്, ഇതൊക്കെ ഏതൊക്കെയാണ്, പ്രധാനപ്പെട്ട മോസ്കുകൾ ഏതൊക്കെയാണ്, സിറ്റീസ് ഏതൊക്കെയാണ്, ടൗൺസ് ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ ബരാനിയുടെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചതാണ്. അദ്ദേഹത്തിന് മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് അഫ്ഗാൻപുര ട്രാജഡിയെ കുറിച്ച് അദ്ദേഹത്തിന്റെ വർക്കിൽ പറഞ്ഞു പോയിട്ടുണ്ട്. മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ കുറിച്ച്, മുഹമ്മദ് ബിൻ തുഗ്ലക്ക് കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ എന്തുകൊണ്ടാണ് അതൊക്കെ ഇല്ലാതായി പോയത് അല്ലെങ്കിൽ ഫെയിലിയർ ആയി പോയത് എന്നുള്ളത്, മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ പരിഷ്കാരങ്ങൾ ജനങ്ങൾ ഏറ്റെടുക്കാത്തത് കൊണ്ടാണ് അത് ഫെയിലിയർ ആയി പോയത് എന്നാണ് ബരാനിയുടെ അഭിപ്രായത്തിൽ പറയുന്നത്. ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നത് സിയാവുദ്ദീൻ ബരാനിയുടെ പുസ്തകത്തിൽ നിന്നാണ്. അപ്പോൾ പൊളിറ്റിക്കൽ ക്രോണിക്കിൾസിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അമീർ ഖുസ്രുവിനെ കുറിച്ചും അതുപോലെ തന്നെ സിയാവുദ്ദീൻ ബരാനിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. അമീർ ഖുസ്രുവിനെ കുറിച്ച് നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞു പോയിട്ടുള്ളത് ഇന്നത്തെ വീഡിയോയിൽ? അമീർ ഖുസ്രു വേ ഓഫ് റൈറ്റിംഗ് എങ്ങനെയാണെന്ന് നോക്കി, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്ക് ഏതാണെന്ന് നോക്കി, അദ്ദേഹം കൂടുതലായിട്ടും പൊയറ്റിക് വേയിലാണ് ഹിസ്റ്ററി എഴുതിയിരുന്നതെന്നും അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ പോയറ്റ് ഹിസ്റ്റോറിയൻ എന്നാണ് ചരിത്രകാരന്മാർ വിളിച്ചിരുന്നത് എന്ന് നമ്മൾ നോക്കിയായിരുന്നു. കൂടുതലായിട്ട് ഇമാജിനേഷൻ, ഒരുപാട് വാക്കുകളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അമീർ ഖുസ്രു ഹിസ്റ്ററി എഴുതിയിരുന്നതെന്നും അദ്ദേഹത്തിന്റെ വർക്കിൽ കൂടുതലും ഖിൽജി ഡൈനാസ്റ്റിയെ കുറിച്ച് മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ട്. അതിൽ അലാവുദ്ദീൻ ഖിൽജിയെ കുറിച്ചാണ് കുറച്ചധികം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട വർക്കാണ് തുഗ്ലക് നാമ. തുഗ്ലക് നാമയിൽ ഓൾമോസ്റ്റ് തുഗ്ലക് ഡൈനാസ്റ്റിയെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ വർക്കിൽ നിന്ന് നമുക്ക് ലഭിച്ചതാണ്. തുഗ്ലക് ഡൈനാസ്റ്റി എങ്ങനെയാണ് ഫോം ചെയ്ത് വന്നതെന്നും ആ ഡൈനാസ്റ്റിയിൽ ഉണ്ടായിരുന്ന ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കുക. ടോപ്പോഗ്രാഫിക്കൽ ഐഡിയാസ് ഒക്കെ നമുക്ക് അദ്ദേഹത്തിന്റെ വർക്കിൽ നിന്നാണ് കിട്ടിയത്. എന്താണ് പ്രധാനപ്പെട്ട ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ റിവേഴ്സ്, മേജർ റിവേഴ്സ് ഏതൊക്കെയാണ്, മൗണ്ടെയിൻസ് ഏതൊക്കെയാണെന്ന് നോക്കി. അതുപോലെ തന്നെ മിലിറ്ററി അക്കംപ്ലിഷ്മെന്റുകൾ എങ്ങനെയാണെന്നും അത് എത്ര എക്സ്പാൻഡഡ് ആയിട്ടുള്ള കാര്യമായിരുന്നു എന്ന് നമ്മൾ നോക്കിയായിരുന്നു. അതൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ, ഗ്രാഫിക്കൽ ഐഡിയാസിലൂടെയാണ് അദ്ദേഹം അത് ചരിത്രത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതാണ് നമ്മൾ അമീർ ഖുസ്രു എന്ന് അദ്ദേഹത്തിന്റെ ആ പോർഷനിൽ നോക്കിയത്. നെക്സ്റ്റ് നമ്മൾ പഠിച്ച വ്യക്തിയായിരുന്നു സിയാവുദ്ദീൻ ബരാനി. സിയാവുദ്ദീൻ ബരാനി എന്ന് പറയുന്നത് അദ്ദേഹം ഒരു പ്രോഫോളിക് റൈറ്റർ, അതായത് പ്രഗത്ഭനായിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന്റെ വർക്ക്സ് കുറച്ചധികം ഹിസ്റ്ററിയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിലൊന്നാണ് താരിഖ് ഐ ഫിറോസ് ഷാഹി. ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ ഹിസ്റ്ററി നമുക്ക് ലഭിക്കുന്നത്, കൂടുതൽ ലഭിച്ചിട്ടുള്ളത് ബരാനിയുടെ പുസ്തകത്തിൽ നിന്നാണ്. ആ സമയത്ത് ഉണ്ടെന്ന അലാവുദ്ദീൻ ഖിൽജിയുടെ ആ ഒരു കാലഘട്ടം നമ്മൾ ഇദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഫോർട്ട്സ്, മോസ്കുകള്, സിറ്റീസ്, ടൗൺസ് ഏതൊക്കെയാണ് അദ്ദേഹം പണി കഴിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ തുഗ്ലക് ഡൈനാസ്റ്റിയെ കുറിച്ചും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ റിഫോർമേഷൻ പോളിസീസ് ഒക്കെ ഫെയിൽ ആയി പോയതെന്നും എന്താണ് അതിന് കാരണമെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട 3 വർക്ക്സ് ആണ് നമ്മളിവിടെ മെൻഷൻ ചെയ്ത് പോയിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് താരിഖ് ഐ ഫിറോസ് ഷാഹി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് സിയാവുദ്ദീൻ ബരാനിയെ കുറിച്ചും അതുപോലെ തന്നെ അമീർ ഖുസ്രുവിനെ കുറിച്ചും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇതിൽ 8 ഹിസ്റ്റോറിയൻസിൽ നമ്മൾ ഇപ്പോൾ ഓൾറെഡി 4 പേരെ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത് ചിലപ്പോൾ ഒറ്റ ക്വസ്റ്റ്യൻ ആയിട്ട് എസ്സേ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ സിയാവുദ്ദീൻ ബരാനിയെ കുറിച്ചും അതുപോലെ തന്നെ അമീർ ഖുസ്രുവിനെ എടുത്ത് ചിലപ്പോൾ ചോദിക്കാനും ചാൻസ് ആയിട്ടുള്ള ഒരു പോർഷനാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ഈ ഒരു ചാപ്റ്ററിൽ. അപ്പോൾ നിങ്ങൾ എക്സാമിന് ഇപ്പോൾ ഒരാളെ കുറിച്ചാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം ഡൽഹി സുൽത്താനിനെ കുറിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ മെൻഷൻ ചെയ്ത് പോവാം. ഒരിക്കലും നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് കയറി ആൻസറിലേക്ക് പോവാതെ കുറച്ചൊരു ഇൻട്രൊഡക്ഷൻ, ഒരു 7-8 സെന്റൻസ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട് എഴുതി തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. സപ്പോസ് ഞാൻ പഠിപ്പിച്ചതിന് ബറാനിയെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ബറാനി എന്ന് പറഞ്ഞ് ഡയറക്റ്റ് ആയിട്ട് എഴുതി പോവാതെ ആദ്യം എന്താണ് ഡൽഹി സുൽത്താനേറ്റ് എന്ന് നമ്മൾ ആദ്യം പഠിച്ചില്ല, അറബിക് പോർഷൻ, ഹിസ്റ്റോറിയോഗ്രാഫി, അതൊക്കെ 1-2 സെന്റൻസിൽ ഒന്ന് മെൻഷൻ ചെയ്തിട്ട് നിങ്ങൾ ബറാനിന്ന് ഹെഡിങ് കൊടുത്തിട്ട് എഴുതി പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും, മാർക്ക് സ്കോർ ചെയ്യാൻ കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ വേണം ആൻസർ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടത്. പിന്നെ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്
ഹിസ്റ്റോറിയൻ എഴുതുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വർക്കും കൂടെ കമ്പൽസറി ആയിട്ട് എഴുതി പോകണം, ഇല്ലെങ്കിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല, ഇല്ലെങ്കിൽ ആ ഒരു ആൻസറിനൊരു സോളില്ല, ഒരു ജീവനില്ലാത്തതുപോലെ ആയിപ്പോവും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വർക്കുകൾ കറക്റ്റായിട്ട് എഴുതുക, ഏതാണ് അതേ ഹിസ്റ്റോറിയൻ എഴുതിയിട്ടുള്ള വർക്ക് ഏതാണെന്നും അതിൽ എന്തൊക്കെയാണ് മെൻഷൻ ചെയ്ത് പോയിട്ടുള്ളത് എന്നും എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമ്മൾ 4 പേര് ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത ക്ലാസ്സുകളിൽ മറ്റ് ഹിസ്റ്റോറിയൻസിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ താങ്ക് യു സോ മച്ച്.